പുലർച്ചെ 3:30 മലപ്പുറം പാങ്ങ് പാറമ്മൽ GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും കുടുംബവും അടങ്ങുന്ന 13-അംഗ സംഘം യാത്ര പുറപ്പെട്ടു. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടെമ്പോ ട്രാവലറിലാണ് യാത്ര. ലക്ഷ്യം 200 കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂർ ജില്ലയിലെ അതിസുന്ദരമായ വാൽപ്പാറ. അധ്യാപകരും സ്കൂൾ ഡ്രൈവറും ട്രാവലർ ഡ്രൈവറും അടങ്ങുന്ന സംഘം യാത്ര തുടർന്നു. പട്ടാമ്പി, തൃശൂർ, ചാലക്കുടി വഴി വാഹനം മുന്നോട്ട് നീങ്ങി. രാവിലെ 8 മണിയോടെ സംഘം ഏഴാറ്റുമുഖവും പിന്നിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം. മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും ആസ്വദിച്ച സംഘം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്ത ശേഷം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുത്തു. 10 മണിയോടെ വാഴച്ചാൽ പിന്നിട്ട് യാത്ര. കാട്ടിലൂടെ വാഹനം മുന്നോട്ട്. കാടിന്റെ വന്യതയും നിശബ്ദതയും ആസ്വദിച്ച് യാത്ര ഉച്ചയോടെ കേരളത്തിലെ അവസാന ഗ്രാമമായ മലക്കപ്പാറയിൽ. ഉച്ചഭക്ഷണത്തിന് ശേഷം യാത്ര വീണ്ടും ആരംഭിച്ചു. അടുത്ത ലക്ഷ്യം തമിഴ്നാട്ടിലെ വാൽപ്പാറ. വാൽപ്പാറയുടെ മനോഹാരിത ആസ്വദിച്ച് പൊള്ളാച്ചി, പാലക്കാട് വഴി തിരികെ പാങ്ങിലെത്തുകയായിരുന്നു ലക്ഷ്യം. വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങളും തടാകവും കണ്ട് വാഹനം വീണ്ടും മുന്നോട്ട്. വൈകിട്ട് 4 മണിയോടെ വാഹനം വാൽപ്പാറ പൊള്ളാച്ചി റോഡിലേക്ക് പ്രവേശിച്ചു. 40 ഹെയർപിൻ വളവുകൾ അടങ്ങിയ അതീവ അപകടം പിടിച്ച വഴിയാണ് ഇനി മുന്നിൽ. ഡ്രൈവർ ഫായിസ് ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരുന്നു. മുന്നിൽ കൊടും വളവുകൾ കയറി വരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾ കാണാം. സാവധാനം ബ്രേക്ക് പിടിച്ച് വാഹനം മുന്നോട്ട്. ഹെയർപിൻ വളവുകൾ പിന്നിട്ട് വാഹനം പൊള്ളാച്ചി ലക്ഷ്യമാക്കി നീങ്ങി. വൈകിട്ട് 5:15 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് വാഹനത്തിന് നിയന്ത്രണം വിട്ടുവെന്ന് ഡ്രൈവർ ഫായിസ് മനസ്സിലാക്കി. പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് കൂട്ട നിലവിളി. 13-ാം ഹെയർപിൻ വളവിലെ സുരക്ഷാ ഭിത്തിയിൽ ഇടിച്ച ശേഷം 800 അടി താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞു. വന്നു വീണത് 9-ാം ഹെയർപിൻ വളവിൽ. വീഴ്ചയിൽ വാഹനം തകർന്ന് തരിപ്പണമായി. ജീവനായി അവർ നിലവിളിച്ചു. വഴിയിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ഓടിയെത്തി. പലരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പിന്നാലെ വനംവകുപ്പും ഫയർഫോഴ്സ് സംഘവും വാൽപ്പാറയിൽ നിന്ന് ദുരന്ത സ്ഥലത്തേക്ക് കുതിച്ചു. അപ്പോഴേക്കും ദുരന്തം ആ സംഘത്തിന്റെ സന്തോഷം കവർന്നിരുന്നു. എണ്ണൂറടി താഴ്ചയിലേക്ക് ഒരു വാഹനം പതിക്കുമ്പോൾ അവിടെ ബാക്കിയാകുന്നത് വെറും ലോഹകുഷ്ണങ്ങൾ മാത്രമല്ല, ഒരുപിടി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. വാൽപ്പാറയിലെ ആലിയാർ ചുരം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ 13-ാം വളവിലെ ആ ഒരു ട്രാവലർക്ക് എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ അതോ കൊടും വളവിലെ ഡ്രൈവർക്ക് നിയന്ത്രണം തെറ്റിയതാണോ? വെറും ഒരു വാർത്തയ്ക്കപ്പുറം ഈ ഒരു അപകടത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. വാൽപ്പാറ ചുരത്തിലെ 13-ാം വളവിലാണ് നമ്മളുള്ളത്. ഈ കാണുന്ന മേഖലയിൽ നിന്നുമാണ് വാഹനം, ഈ അപകടത്തിൽപ്പെട്ട ടെമ്പോ ട്രാവലർ വരുന്നത്. അവിടെ നിന്നും ഈ വാഹനം വരുന്നു. ഇതേ വളവ് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ കൃത്യമായ സുരക്ഷാ വേലികളുണ്ട്. കാരണം ഇതിൽ വന്ന് വാഹനം ഇടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങി പോകും. അപ്പോൾ ഇവിടെ ഇടിച്ചാലും ഈ വാഹനം ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇവിടെയൊക്കെ സുരക്ഷിതമായി തന്നെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ തൊട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ ഭിത്തി ഇല്ലാത്ത ഒരു പ്രശ്നം. ഇവിടെ വരെ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് മുന്നേ വരെ ഏതാണ്ട് ഒരാളുടെ പകുതിയോളം ഒപ്പത്തിൽ സുരക്ഷാ ഭിത്തിയുണ്ട്. പക്ഷേ ഈ കാണുന്ന മേഖലയിൽ നിന്നുമാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. ഇതേ സുരക്ഷാ വേലി ഇവിടെയും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ നിന്നും ഈ കാണുന്ന 13-ാം വളവിൽ നിന്നും നേരെ വാഹനം തലകീഴായി മറിഞ്ഞ ശേഷം തൊട്ട് താഴെ കാണുന്ന 9-ാം വളവിലേക്ക് 9-ാം വളവിന് സമീപമുള്ള റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ആ കാണുന്നതാണ് നമ്മൾ മുമ്പ് കണ്ട ആ ടെമ്പോ ട്രാവലർ വാഹനം. ആ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ കാണുന്ന ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് ഈ 13-ാമത്തെ വളവിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ ആവശ്യമായ സുരക്ഷാ ഭിത്തി ഇല്ലാത്തത് തന്നെയാണ് അപകട കാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയുള്ള സുന്ദരൻ എന്ന അണ്ണനാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇത് ഏറ്റവും വലിയ അപകടമാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിയ അപകടം. ഇത് വന്നിട്ട് ഈ വണ്ടിക്കാർ വന്നിട്ട് ഭയങ്കര സൗണ്ട് വെച്ചിട്ട് വരുന്നു വണ്ടിയിലെ. അതുകൊണ്ടാണ് വണ്ടി പറഞ്ഞ ആറിനൊക്കെ അതൊക്കെ അവർക്ക് തരിയുന്നില്ല. അല്ല, ഈ സുരക്ഷാ ഭിത്തി ഇവിടെ ഹൈറ്റ് ഇല്ലല്ലോ. ഹൈറ്റില്ല. അതേപോലെ ആ ടണിങ് ഇവിടെ ഉണ്ടായിരുന്നു. സേഫ് ആയിരുന്നു. മുമ്പ് ഇവിടെ ആക്സിഡന്റ് ഉണ്ടായ ഈ മേഖലയിൽ ഇതാ ഫസ്റ്റ് ടൈം. മുന്നാടി ബസ് ആക്സിഡന്റ് ഇருக்கு പറഞ്ഞില്ലേ? രണ്ടാമത് പെണ്ണില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പാ പളനി വണ്ടി ഒരു ബസ്. അത് കുറെ വർഷമായി. എത്ര പേര് അന്ന് മരിച്ചു? അതിൽ വന്ന് 7 പേര് മരിച്ചു. ഇതിപ്പോ 9 പേര് മരിച്ചു. ഇതാ നിങ്ങൾ രക്ഷാപ്രവർത്തനം ഇന്നലെ ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടുന്ന് പൊള്ളാച്ചിൽ നിന്ന് വാൽപ്പാറയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന അനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് താഴെ ഒരു ബസ് ആക്സിഡന്റ് പറ്റിയിരുന്നു. അന്ന് 7 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. അതിലാണ് ഇപ്പോൾ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഇടയ്ക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവും താഴെ? അടുത്ത കാലത്ത് ആക്സിഡന്റ് ആയി. പക്ഷേ താഴേക്ക് ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് താഴേക്ക് കാണാൻ സാധിക്കും. ആകെ 40 വളവുകളാണുള്ളത്. അതിൽ 27 വളവുകൾ പൂർത്തിയാക്കി താഴേക്ക്. ആലിയാർ ചുരത്തിലെ ആകെ 27 ഹെയർപിൻ വളവുകളാണുള്ളത്. അതിൽ 13-ാം വളവ് ഏറെ പ്രത്യേകതയുള്ളതുമാണ്.
ഈ ഭാഗത്ത് റോഡിന് കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. വണ്ടി വരുന്നത് മുകളിൽ നിന്നാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഗിയർ മാറ്റവും അതുപോലെ സ്പീഡ് കൺട്രോളും ഒന്നുമില്ലെങ്കിൽ വാഹനം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായിരിക്കും. അപകടം നടന്ന സ്ഥലത്ത് സുരക്ഷാ ഭിത്തിയുടെ അഭാവം അല്ലെങ്കിൽ അതിന്റെ ബലക്കുറവ് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഒരു കൽഭിത്തി തകർത്ത് വണ്ടി താഴേക്ക് പോയി എന്നത് സൂചിപ്പിക്കുന്നത് വണ്ടിയുടെ വേഗതയോ അല്ലെങ്കിൽ ആഘാതത്തിന്റെ ഒരു തീവ്രതയോ തന്നെയായിരിക്കും. ഇവിടെ തമിഴ്നാട് പോലീസ് പറയുന്നത് എന്താണ്, ബ്രേക്ക് പാഡുകൾ ചൂടായി ബ്രേക്ക് കിട്ടാതെ പോയതാകാം എന്നുള്ളതാണ്. അതായത് ബ്രേക്ക് ഫെയ്ഡ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബ്രേക്ക് ഫെയ്ഡ് എന്ന് പറയുന്നത്? അതായത് തുടർച്ചയായിട്ട് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് സിസ്റ്റത്തിലെ ഘർഷണം കാരണം അത് കഠിനമായിട്ട് ചൂടുണ്ടാകുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് തിളയ്ക്കുകയും ബ്രേക്ക് പെഡൽ ചവിട്ടിയാലും വണ്ടി നിൽക്കാത്തൊരവസ്ഥ വരികയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരിചയസമ്പന്നരായിട്ടുള്ള ഡ്രൈവർമാർ ഇത്തരം ചുരങ്ങളിൽ എഞ്ചിൻ ബ്രേക്കിംഗ് ആണ് ഉപയോഗിക്കുക. അതായത് ലോ ഗിയറിൽ വണ്ടി ഇറക്കുക. ഇവിടെയാണെങ്കിലും ഡ്രൈവർ ന്യൂട്രലിലാണോ വണ്ടി ഇറക്കിയത് അതോ ഉയർന്ന ഗിയറിലാണോ വന്നത് എന്നത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അപകടം നേരിൽ കണ്ടവർ പറയുന്നത് ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. വണ്ടി താഴേക്ക് പതിക്കുമ്പോൾ പാറകളിൽ തട്ടി പലതവണ മറിഞ്ഞു വണ്ടിയിൽ ഉണ്ടായിരുന്നവർ പുറത്തേക്ക് തെറിച്ചുപോയി എന്നാണ്. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അസാധ്യമായ അത്രയും താഴ്ചയിലായിരുന്നു അവശിഷ്ടങ്ങൾ അത്രയും. ഈ ട്രാവലർ ഇത് തിരിയാണിത്, ഇതിങ്ങനെ തിരിഞ്ഞാണ്. ഈ തിരിയണതിൽ ആ എയർപിന്നിൽ ഇത് തിരിയണതിൽ ഓനക്ക് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവില്ല, ഓൻ്റെ. അപ്പോൾ അത് 2 ടയർ മുന്നോട്ട് പോയാൽ പിന്നെ കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ വലിയൊരു കെട്ടൊന്നുമില്ല. ഏകദേശം ഒരു 1.5 അടിയേ ഉള്ളൂ. 1.5 അടി 2 അടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ആ വളവെന്നാ നേരെ താഴേക്കാ പോണേ. ഞാൻ മുകളിലാണ്. ഞങ്ങൾ 16-ാം വളവിൽ ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. 16-ാം വളവിൽ ഞങ്ങൾ അവിടെ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുമ്പ് കൂടാണ് പിന്നെ ഒരു പാസ് ചെയ്ത് പോണേ. പിന്നെ ഞങ്ങൾ 13-ലെത്തി, അല്ല 14-ലെത്തി. 13-ാണിത് ഇത് സംഭവിക്കുന്നത്. ഇത് 13-ന് സംഭവിച്ചിട്ട് 10-ലേക്കാണ് ഇത് എത്തുന്നത്. 10 അല്ലെങ്കിൽ 11. ഞാൻ കണ്ടത് ഫോട്ടോ എടുക്കാം, 16-ൽ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴാണ് കണ്ടത്. ഇല്ല 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 അന്നേരം സംസാരിക്കും. പക്ഷെ അന്നേരമൊക്കെ ഓരോരുത്തർ ചായൻ്റെ പാത്രവും അതൊക്കെ ഓരോരുത്തർ ചായൻ്റെ പാത്രം സ്ത്രീകളാണ് ഒരു കൂടുതൽ. ഇവിടെ ഡ്രൈവറായിട്ടുള്ള മുഹമ്മദ് ഹാഫിസിന്റെയും നൌഷാദ് അലിയുടെയും നില ഇപ്പോഴും ഗുരുതരമായിട്ട് തന്നെയാണ് തുടരുന്നത്. മരിച്ച സാജിദ ടീച്ചറിന്റെ മകനായിട്ടുള്ള സഹദിന്റെ അവസ്ഥ നമ്മ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്ന തന്നെയാണ്. അവന്റെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് ഡോക്ടർമാർ പോലും. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ, ഹാൻഡിലുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നതും ഈ ഒരു അപകടത്തിൽപ്പെട്ടവരുടെ അവസാന വാട്സപ്പ് സ്റ്റാറ്റസുകൾ തന്നെയാണ്. വൈകാരിക ആഘാതം, അവർ യാത്രയ്ക്കിടെ പോസ്റ്റ് ചെയ്ത സന്തോഷകരമായിട്ടുള്ള ദൃശ്യങ്ങളും തൊട്ടു പിന്നാലെ വന്ന അപകട വാർത്തയും തമ്മിലുള്ള വൈരുദ്ധ്യം ആളുകളിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്നു. ഇത് ജീവിതത്തിന്റെ നൈമിഷികത എന്ന പേരിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത്, അപകടത്തിൽപ്പെട്ടവരുടെ രക്തം പുരണ്ട ചിത്രങ്ങളും മറ്റും ഷെയർ ചെയ്യുന്നതിനെതിരെ ഒരു വിഭാഗം ആളുകളും രംഗത്തെത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ അന്തസ്സിനെ മാനിക്കണം എന്നുള്ള ക്യാമ്പയിനുകൾ ഇതിന്റെ ഭാഗമായി കാണാം. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഈ ഒരു അപകടത്തിന് ശേഷം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെ സുരക്ഷിതമായിട്ട് ചുരമിറങ്ങാം എന്നുള്ള വിഷയത്തിലുള്ള വീഡിയോകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരിക്കുകയാണ്. അതായത് പല ബ്ലോഗർമാരും ഹെവി വെഹിക്കിൾ ഡ്രൈവർമാരെ കൊണ്ട് തന്നെ എഞ്ചിൻ ബ്രേക്കിങ്ങിനെ കുറിച്ച് സംസാരിപ്പിക്കുന്നുണ്ട്. ന്യൂട്രലിൽ വണ്ടി ഇട്ടാൽ പെട്രോൾ ലാഭിക്കാം എന്നുള്ള തെറ്റായ ധാരണയാണ് പല അപകടങ്ങൾക്ക് കാരണം എന്നുള്ള തിരിച്ചറിവ് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട്.
പിന്നെ കമന്റ് ബോക്സുകളിലെ വിചാരണയാണ് സഹിക്കാൻ പറ്റാത്തത് അല്ലെ. ഫേസ്ബുക്ക് കമന്റുകളിൽ പ്രധാനമായിട്ട് 2 ചേരികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ഡ്രൈവർക്കെതിരെയാണ്, അതായത് അവനൊരു കൊലപാതകിയാണ്, അശ്രദ്ധയാണ് കാരണം എന്നിങ്ങനെ തീവ്രമായിട്ടുമുള്ള ഭാഷയിലുള്ള പ്രതികരണങ്ങൾ. പിന്നെ ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ആളുകളും സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്, അവനും ഒരു കുടുംബമില്ലേ, യാന്ത്രിക തകരാർ ആർക്കും സംഭവിക്കാം എന്ന് പറഞ്ഞ് ഡ്രൈവറെ പിന്തുണയ്ക്കുന്നവരും ഉണ്ട്. ഇവർ പ്രധാനമായിട്ടും ടൂറിസ്റ്റ് ഡ്രൈവർമാരുടെ കൂട്ടായ്മകൾ തന്നെയാണ്. ഇവിടെ ടൂറിസ്റ്റ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന വെറും പ്രഹസനമാണോ എന്നുള്ള ചോദ്യം ട്വിറ്ററിലും മറ്റും ഹാഷ്ടാഗ് ചർച്ചയാകുന്നുണ്ട്. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും താഴ്ചയുള്ള ഈ ഒരു ഭാഗത്ത് ഒരു കോൺക്രീറ്റ് ഭിത്തി ഉണ്ടായില്ല എന്നുള്ള ചോദ്യം. തമിഴ്നാട് ഹൈവേ ഡിപ്പാർട്ട്മെന്റിന് നേരെയാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. പിന്നെ ഇത്തരം ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്താൻ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റുകൾ വരെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് വ്യാജ വാർത്തകൾ വന്നത്. ഡ്രൈവർ മരിച്ചു എന്നുള്ള വാർത്തയും പരന്നപ്പോൾ അത് തിരുത്തിക്കൊണ്ട് ആശുപത്രി അധികൃതരുടെയും ബന്ധുക്കളുടെയൊക്കെ പേരിൽ പോസ്റ്റുകൾ വന്നു. മരിച്ചവരുടെ എണ്ണം കൂട്ടി കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾക്കെതിരെ പോലീസ് മുന്നറിയിപ്പുകൾ നൽകുന്നതും കാണാം. എന്തായാലും അപകടം നടന്നു. ഈ അപകടം നടന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വിചാരണ നടത്തുന്നതിനേക്കാളും പ്രധാനം എന്താണ്, അടുത്ത യാത്രയിൽ നമ്മൾ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നതാണ്. വാൽപ്പാറയിലായ 800 അടി താഴ്ചയിൽ തകർന്നു വീണത് ഒന്ന് ആലോചിക്കുക. അത് വെറും ഒരു വാഹനമല്ല, ഒരു കൂട്ടം ആളുകളുടെ സ്വപ്നങ്ങളാണ്. യാത്രകൾ എന്നും നമുക്ക് സന്തോഷമാണ് നൽകേണ്ടത്. പക്ഷെ ആ സന്തോഷം ഒരു നിമിഷം കൊണ്ട് വലിയൊരു ദുരന്തമായി മാറുന്നത് വിധി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്കാകില്ല. ബ്രേക്ക് ഫെയിലിയർ ആയിരുന്നോ അതോ ഡ്രൈവർക്ക് പറ്റിയ പാളിച്ചയായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് നിയമം അതിന്റെ വഴിക്ക് ഉത്തരം കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്. ആ 13ാം വളവിലെ ആ വലിയ വാഹനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുമ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആ കുരുന്നുകളുടെയും അധ്യാപകരുടെയും നിലവിളി നമ്മെ ഓരോരുത്തരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുരക്ഷ എന്നത് ഒരു വിട്ടുവീഴ്ചയല്ല, അതൊരു കടമ തന്നെയാണ്. ഒരു പക്ഷെ ആ റോഡില് കുറച്ചുകൂടി ബലമുള്ള ഒരു സുരക്ഷാ ഭിത്തി ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ ചുരം ഇറങ്ങുമ്പോൾ ഡ്രൈവർ എഞ്ചിൻ ബ്രേക്കിംഗ് എന്നുള്ള സാങ്കേതിക വിദ്യ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ വീടുകളിൽ കണ്ണുനീരിന് പകരം ചിരി ഉണ്ടാകുമായിരുന്നു. വാൽപ്പാറയിലെ കാറ്റിൽ ഇന്നും ആ നിലവിളികൾ അലയടിക്കുന്നുണ്ടാകാം. പക്ഷെ ആ വേദനയിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നിങ്ങൾ ഒരു ഡ്രൈവർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെറും ഒരു സ്റ്റിയറിംഗ് മാത്രമല്ല, ഒരു പിടി ജീവനുകൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അല്ല, നിങ്ങൾ ഒരു യാത്രക്കാരനാണെങ്കിൽ ശരി, അമിത വേഗതയ്ക്കും അതുപോലെ അശ്രദ്ധയ്ക്കും എതിരെ ശബ്ദമുയർത്താൻ മടിക്കരുത്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ ആ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെയുള്ള ഒരു വാർത്ത നമ്മൾ ഇനി കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. യാത്രകൾ സുരക്ഷിതമാകട്ടെ. നന്ദി, നമസ്കാരം.